നമസ്കാരം. വെള്ളക്കെട്ടിൽ മുങ്ങിത്താഴ്ന്ന 65-കാരിക്ക് രക്ഷകരായി അഭിനവും സുനീഷും. തിരുവല്ല കിഴക്കുമുറി വാഴയിൽ പടിക്കൽ ഇന്ദിരയ്ക്കാണ് ഇരുവരും ചേർന്ന് പുനർജന്മം നൽകിയത്. ഞാൻ ഇല പറിക്കാൻ പോയതാ. അവിടെ ചെന്നപ്പോൾ ഒരു കാല് തെന്നി താഴെ പോയി. അവിടെ ഇവർ വന്ന് പൊക്കി എടുത്തതാ. ഇത്രേ എനിക്കറിയത്തുള്ളൂ. തുകലശ്ശേരി കളീക്കൽ വീട്ടിൽ സുഭാഷ് കുമാർ സ്മിത ദമ്പതികളുടെ മകനായ കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഓഡിയോളജി ആൻഡ് സ്പീച്ച് കോഴ്സ് 2ാം വർഷ വിദ്യാർത്ഥിയായ അഭിനവ്, ബന്ധുവായ തുകലശ്ശേരി കളീക്കൽ വീട്ടിൽ പുഷ്പകുമാരി കൃഷ്ണൻകുട്ടി ദമ്പതികളുടെ മകൻ സുനീഷ് കുമാർ എന്നിവരാണ് രക്ഷകരായത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. സ്വകാര്യ ആവശ്യത്തിനായി കിഴക്കേ മുറിയിൽ പോയി തുകലശ്ശേരിയിലേക്ക് കാറിൽ മടങ്ങവെയാണ് ആളൊഴിഞ്ഞ പ്രദേശത്ത് വെള്ളക്കെട്ടിൽ മുങ്ങിത്താഴ്ന്ന ഇന്ദിരാമ്മയെ ഇരുവരും കണ്ടത്. ക്ഷേത്ര ആവശ്യത്തിനായുള്ള എരുക്കു പറിക്കുവാൻ വെള്ളക്കെട്ടിലിറങ്ങിയ ഇന്ദിരാമ്മ മുങ്ങിത്താഴുകയായിരുന്നു. ഇരുവരും കാണുമ്പോൾ ഇന്ദിരാമ്മയുടെ കൈകൾ മാത്രമാണ് വെള്ളക്കെട്ടിന് മുകളിൽ ഉണ്ടായിരുന്നത്. കാർ നിർത്തിയ ഉടനെ അഭിനവ് വെള്ളക്കെട്ടിലേക്ക് എടുത്തു ചാടി. നീന്തിയെത്തിയ അഭിനവ് വെള്ളത്തിൽ മുങ്ങിത്താഴുകയായിരുന്ന ഇന്ദിരാമ്മയെ ചുമലിലേറ്റി പകുതി നീന്തിയെത്തി. തുടർന്ന് ബന്ധുവായ സുനീഷിന്റെ കൂടി സഹായത്തോടെ ഇന്ദിരാമ്മയെ കരയ്ക്ക് എത്തിക്കുകയും ചെയ്തു. സംഭവമറിഞ്ഞ് വാർഡ് കൗൺസിലർ ത്രിലോക് നാഥ്, മുൻ നഗരസഭാ ചെയർമാൻ ആർ ജയകുമാർ എന്നിവർ ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് ഇരുവരെയും അഭിനന്ദിക്കുവാൻ എത്തുന്നത്.